നമുക്ക് ദുനിയാവിൽ ഇപ്പോൾ ഈ വെയിലത്ത് ഇറങ്ങി നിന്നുകൊണ്ട് 1 മണിക്കും 2 മണിക്കൊക്കെ നമ്മളൊന്ന് ചുട്ടുപഴുത്ത ഒരു മരുഭൂമിയിൽ ചെന്ന് നിന്ന് നോക്കുക. അതല്ലെങ്കിൽ ഈ താറിട്ട റോഡിൽ കാൽപാദം സഹോദരങ്ങളെ ഒന്ന് വെച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ചൂട്? ഒരു 5 മിനിറ്റ് നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നാളെ ഈ സൂര്യൻ 1 മൈലപ്പുറത്തേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നുണ്ട്. എന്തായിരിക്കും ആ ചൂട്? സഹോദരങ്ങളെ, ഇവിടെ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്ക് വില കൊടുത്തു വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാറുണ്ട്. എന്നാൽ നാളെ നമുക്ക് വാങ്ങിക്കാനുള്ള ദിർഹമുകളോ ദീനാറുകളോ നമ്മളൊന്നും ഉടമപ്പെടുത്തുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, എത്ര വലിയ ധനികനാണെങ്കിലും ശരി, അവൻ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ അവൻ ഈ ദുനിയാവിലേക്ക് വന്നവനെ പോലെ തീർത്തും ദരിദ്രനായിട്ടാണ്. നാളെ പരലോകത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവന് ധരിക്കാൻ വസ്ത്രമില്ല, കാൽപാദങ്ങൾ അതിന് കൃത്യമായിട്ട് മറക്കാൻ ഒന്നും തന്നെ ഇല്ല, വസ്ത്രങ്ങളില്ല. വിവസ്ത്രനായിക്കൊണ്ട് കയ്യിൽ ദീനാറുകളോ ദൃഹമോ ഇല്ലാത്തവനായിക്കൊണ്ടാണ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി അവിടെ എത്തുന്നത്. അവിടെ സമ്പന്നനാകട്ടെ, ദുനിയാവിൽ ഏറ്റവും ദരിദ്രനാകട്ടെ, പരലോകത്ത് അവന്റെ കയ്യിൽ കൊടുക്കലുകൾ വാങ്ങലുകൾക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന മഹ്ശറിൽ ഉണ്ടാകുന്ന ആ ചൂടിൽ സൂര്യൻ ഒരു ചാണ് അല്ലെങ്കിൽ 1 മൈൽ അപ്പുറത്തേക്ക് മാത്രം എത്തി നിൽക്കുമ്പോൾ ആ ചൂടിൽ നിന്നും തണലേകാൻ സഹോദരങ്ങളെ നമ്മുടെ അമലുകളല്ലാതെ മറ്റൊരു മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ല എന്നാണ്.